ഫംഗ്ഷനിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ആരാധനായ ബഹുമാനപ്പെട്ട ജയകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീൻ, ഇന്ന് നമ്മുടെ ഈ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായും നമ്മുടെ പദ്ധതികളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനത്തിൻ്റെ കർമ്മം നിർവഹിക്കുവാനും എത്തിയിട്ടുള്ള ബഹുമാനിയായ കൗൺസിലറും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയറുമായ ശ്രീമതി രാഖി രവികുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതികുമാർ, സംസ്ഥാന ട്രഷറർ ശ്രീ ബിനു ശിവദാസ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ നിസാർ കോയപ്പറമ്പിൽ, KCCLൻ്റെ ബഹുമാന്യനായ MD ശ്രീ സുരേഷ് കുമാർ അവർ, ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ മറ്റു നേതാക്കന്മാർ, ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ, സുഹൃത്തുക്കളെ, നമ്മുടെ ഏവരുടെയും വളരെ കാലത്തെ ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകൾ കൂടുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടൽ റൂമുകൾ അല്ലെങ്കിൽ ഹോട്ടൽ ഹാളുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ദിവസത്തിൽ കൂടുതൽ തന്നെ, ചിലപ്പോൾ 2 ദിവസങ്ങളിലോളം തന്നെ നമ്മൾ കമ്മിറ്റികൾ കൂടുകയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു തലത്തിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തമായ ഒരു ഓഫീസ് സംവിധാനം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇതര ജില്ലകളിൽ പോലെ തന്നെ ആവശ്യമാണ് എന്ന് കാഴ്ചപ്പാടിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു ദിവസമായി തന്നെ ഇതിനെ കാണുന്നു. ഒരല്പം ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമുക്കിടയിലുമൊക്കെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും
അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം ആണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ കമാലുദ്ദീൻ അവർകളെയാണ്. അദ്ദേഹത്തെ സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ മുഖ്യാതിഥിയായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ശ്രീമതി രാഖി രവികുമാർ അവർകളെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ മാഡത്തിനെ ഫോൺ മുഖാന്തരമാണ് വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. ഞാൻ നേരിട്ട് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കൃത്യമായി എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും വിളിച്ചപ്പോഴത്തേക്കും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ ഓഫീസിൽ കൊണ്ട് നോട്ടീസ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴും മാഡം അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഒപ്പം മാഡം ഈ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. നമ്മളെ ഈ സംരംഭത്തിൽ മുഖ്യ അതിഥിയായും നമ്മുടെ ഈ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും കൂടി എത്തിയിട്ടുള്ള, അതിൻ്റെ ഒരു വിതരണ ഉദ്ഘാടനം കൂടെ നിർവഹിക്കുവാൻ എത്തിച്ചേർത്തിട്ടുള്ള രാഖി രവികുമാർ അവർകളെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളെയാണ്. എന്തായാലും പ്രസിഡന്റ് ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അങ്ങേയറ്റത്തെ പിന്തുണയും പ്രോത്സാഹനവും എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇനിയും അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് ഈ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ പ്രവർത്തന സംവിധാനത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് ഉറക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളെ ഏറെ ആദരവപൂർവ്വം സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ ബിനു ശിവദാസ് അവർകളെയാണ്. അദ്ദേഹം വളരെ കാലം നമ്മുടെ സംഘടനയുടെ ഈ ജില്ലയുടെ ചുമതല വഹിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അദ്ദേഹത്തിന് ആ നിയോഗം തിരുവനന്തപുരം ജില്ലയുടെ ചുമതലക്കാരനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം എല്ലാ രീതിയിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും വേണ്ട ഉപദേശങ്ങൾ ചെന്ന് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, യഥാർത്ഥത്തിൽ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സംഘടനയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നമ്മുടെ ജില്ലാക്കാരനുമായ ശ്രീ ജ്യോതികുമാർ അവർകളെയാണ്. എന്തായാലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നതിലുപരി അദ്ദേഹം നമ്മുടെ ബിസിനസ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയുടെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിൽ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സംഘടനയുടെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നിസാർ കോയപ്പറമ്പൻ അദ്ദേഹത്തെയാണ്, അവർകളെയാണ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിച്ചിരുന്ന വ്യക്തിത്വമാണ്. സംഘടനാപരമായ കാര്യങ്ങളിൽ, നയപരമായ എല്ലാ കാര്യങ്ങളോടൊപ്പം നമുക്ക് ഏത് വിധേനയും പിന്തുണ നൽകിക്കൊണ്ട് നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ധന്യമുഹൂർത്തത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ ബഹുമാന്യത്തോടെ സ്വാഗതം ചെയ്യാനുള്ള വ്യക്തിത്വം നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ അവരവരുടെ ജീവിത മാർഗം കരിപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിരവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സംഘടനയ്ക്ക്, ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ ശ്രീ സുരേഷ് കുമാർ അവർകളെയാണ്. KCCLന്റെ എം ഡി ആയ അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ സംരംഭത്തിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നമ്മുടെ സഹപ്രവർത്തകനും ആയ ശ്രീ ബിജു കുമാറിനെയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ ഉദ്ഘാടന വേളയിലേക്ക്
ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജില്ലാ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവും വിശിഷ്യ സിഡ്കോയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ സുധീഷ് ബൽരാജ് അവർകളെയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇനി അടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലെ ബഹുമാന്യരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ദീപുരാജ്, ശ്രീ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഹരികുമാർ, എക്സിക്യൂട്ടീവ് അംഗം സൈദ്രാജ്, ജോയിന്റ് സെക്രട്ടറി കൂടിയായ സഫറുള്ള, എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സന്തോഷ് വി ഐ തുടങ്ങി ഇന്ന് ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിവിധ മേഖലാ കമ്മിറ്റികളെ പ്രതികരിച്ച് വന്നിട്ടുള്ള ഓപ്പറേറ്റർമാരെ, മേഖലാ സെക്രട്ടറിമാരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടകൻ പ്രവീൺ മോഹൻ, നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള രാഖി രവികുമാർ, KCCL MD PP സുരേഷ്, നമ്മുടെ ചാർജ് കാരണം സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസ്, നിസാർ കോയപ്പറമ്പിൽ, ജ്യോതികുമാർ, ബിജുകുമാർ, സലീം ഹുസൈൻ, പത്മകുമാർ, അൽത്താഫ്, സഫറുള്ള, സന്തോഷ്, ഹരികുമാർ, സജിത് രാജ്, ദീപുരാജ്, സുധീഷ് ബൽരാജ്. നമ്മുടെ നീണ്ട കാലങ്ങൾ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിക്കുകയും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നടക്കാതെ പോയ ഒരു സംരംഭമാണ് ഇന്നത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ഒരു ജില്ലാ കമ്മിറ്റി കൂടുന്നതിനും അതിനനുബന്ധമായി നമ്മുടെ സബ് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം തന്നെ ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം കൂടുന്നതിനും ഓരോ ദിവസവും നമ്മൾ ആ സബ് കമ്മിറ്റി പ്രത്യേകം കൂടേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെ പ്രധാനമായും നമുക്ക് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ ഹോട്ടലുകളാണ് നമ്മൾ കൂടുതലും മീറ്റിംഗ് കൂടുന്നത്. ആ കൂടുതൽ മീറ്റിംഗുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സാമ്പത്തികം ഒരു വിഷയമാണ്. ആയതുകൊണ്ട് നമ്മൾ കുറച്ചു കാലം മുതലേ നമ്മൾ ആലോചിച്ച് തുടങ്ങിയതാണ് ജില്ലാ തലത്തിലുള്ള ഒരു കമ്മിറ്റി ഓഫീസ്. അത് ഇന്നിവിടെ പൂവണിയാൻ സാധിച്ചു. അതിലേറെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഓപ്പറേറ്റർമാർക്കും അതിൽ അഭിമാനിക്കാം. നമുക്ക് ഏത് സമയവും ഏത് ഒരു സബ് കമ്മിറ്റി ആയാലും നമുക്ക് കൂടാനും, നമുക്കറിയാമല്ലോ നമ്മുടെ വെൽഫെയർ, അതുപോലെ സിഡ്കോ അനുവദിക്കുന്ന ലോൺ ആയാലും മറ്റുള്ള വിഷയങ്ങളും അവരുടെ ഫയലുകൾ സൂക്ഷിക്കുകയും അവർക്ക് വേണ്ട സമയം നമുക്ക് ഇവിടെ കൊണ്ട് തരാനും ഒരു ആസ്ഥാനം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലായിരുന്നു ഇതുവരെ. പക്ഷെ നമുക്ക് അതിനു വേണ്ട ഒരു ഓഫീസ് ഇപ്പം സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മീറ്റിംഗ് കൂടണമെങ്കിലും നമ്മുടെ തൊട്ടടുത്ത മേഖലകൾക്ക് മീറ്റിംഗ് കൂടാനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് ഈ കമ്മിറ്റി ഓഫീസിൽ. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളെ ഏകദേശം ഒരാഴ്ചയിൽ ഏകദേശം 5 ദിവസത്തിൽ കൂടുതൽ നമ്മളിവിടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ അതിൻ്റെ പരിഹാരം കാണുന്നതിനും നിങ്ങളുടെ വെൽഫെയർ ആയാലും മറ്റുള്ള വിഷയങ്ങൾ അതാത് സമയങ്ങളിൽ കൃത്യനിഷ്ഠതയോടെ നമ്മൾ അത് കൈമാറാനും അത് പരിശോധിക്കാനും നമുക്കത് സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കാനും വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുവാനും നമുക്ക് ഏറ്റവും വലിയ സാധ്യമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് നമ്മുടെ ചിരകാല അഭിലാഷമായ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇന്നിവിടെ പൂവണിയുകയാണ്. ഇതിന് നമ്മുടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട നമ്മുടെ ഒരു വ്യക്തിയുണ്ട്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് സ്വന്തം കാര്യം വീട് ചെയ്യും പോലെ ചെയ്ത നമ്മുടെ റൂഫസ് ചേട്ടനാണ്. റൂഫസ് ചേട്ടന് നമുക്കൊരു കയ്യടി കൊടുക്കേണ്ടതുണ്ട്. റൂഫസ് ചേട്ടൻ എല്ലാ വിധത്തിലും ആ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് നമ്മൾ പറയുന്ന അഭിപ്രായം, റൂഫസ് ചേട്ടൻ അത് ശരിയല്ല, ഇത് വെച്ചത് ശരിയല്ല, അത് മാറ്റിക്കളാം, നമുക്ക് അല്ല ഇതിങ്ങനെ വെച്ചത് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം, ഓക്കെ നമുക്ക് അത് മാറ്റാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള അഭിപ്രായത്തോട് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സംരംഭമായിട്ട് സഹകരിച്ച എല്ലാവർക്കും, ജില്ലാ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ സെക്രട്ടറി ഉൾപ്പെടെ ട്രഷറർ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ്. ഉദ്ഘാടനം ചെയ്യുന്ന സംസാരിക്കുന്നതിലേക്ക് നമ്മുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ പ്രിയങ്കനായ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ കമാലുദ്ദീൻ, അതേപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള ശ്രീമതി രാഖി രവികുമാർ, അതേപോലെ തന്നെ വേദിയിലുള്ള സംഘടനയുടെ ചുമതലരായ നേതാക്കന്മാർ ശ്രീ ബിനു ശിവദാസ്, ശ്രീ നിസാർ കോയപ്പറമ്പിൽ, ശ്രീ ജ്യോതികുമാർ, ശ്രീ കെ ബിജുകുമാർ, അതോടെ തന്നെ ജില്ലയുടെ കരുത്തനായ സെക്രട്ടറി പ്രിയപ്പെട്ട ജയകുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള
പ്രിയമുള്ള നേതാക്കന്മാരെ, ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന KCCL MD സുരേഷ്, അതേപോലെ തന്നെ കോയിൽ രാജ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയിലെ കരുത്തരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വലിയ ഒരു സന്തോഷം എന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യം നമ്മുടെ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റു ഘടകങ്ങൾ, അത് ജില്ലാ കമ്മിറ്റികളായിക്കോട്ടെ, മേഖലാ കമ്മിറ്റികളായിക്കോട്ടെ, ആ കമ്മിറ്റികളെല്ലാം തന്നെ അവരുടേതായ തലങ്ങളിൽ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ, അത് ഓരോ തലത്തിലുമുള്ള സംഘടനാ വിജയങ്ങൾ കൈവരിക്കുമ്പോഴും അതിൽ സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നാറുണ്ട്. അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ സംഘടനയ്ക്ക് സ്വന്തമായി സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു സംഘടനയെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ നമുക്കൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നതുപോലെ തന്നെയാണ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയ്ക്ക് ഓഫീസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ആ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് നിസ്സാരമായി ഒരു സുപ്രഭാതത്തിൽ നടന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഏത് സംരംഭങ്ങളുടെയും വിജയങ്ങളുടെ പുറകിൽ, അതിൻ്റെ പുറകിൽ ആദ്യം വേണ്ടത് ഒരു സ്വപ്നമാണ്. നമുക്കൊരു സ്വപ്നമാണ് ഉണ്ടാവേണ്ടത് ആദ്യം, അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത്. ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരു സ്വപ്നമുണ്ടാവണം, അവർക്കൊരു സങ്കല്പം ഉണ്ടാവണം, അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാടാണ് ആ സംഘടനയെ മുമ്പോട്ട് നയിക്കുന്നത്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ സംവിധാനം വിജയവും പരാജയവും ഏറ്റുവാങ്ങുന്നത്. അപ്പൊ സ്വപ്നങ്ങളില്ലാത്ത നേതാക്കന്മാരുണ്ടായാൽ, കാഴ്ചപ്പാടില്ലാത്ത നേതാക്കന്മാരുണ്ടായാൽ നമ്മളുടെ യാത്രയും അതേപോലെ മരവിപ്പ് പിടിച്ച അല്ലെങ്കിൽ സങ്കല്പങ്ങളില്ലാത്ത, നിറങ്ങളില്ലാത്ത ലോകത്തുകൂടെയാവും. പക്ഷെ സ്വപ്നങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും കൂടി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയുന്നത്, ഇവിടെ സ്വപ്നം കാണുവാൻ കഴിയുന്ന, കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വം ഇന്ന് ഈ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായതുകൊണ്ടാണ്, ആർജവമുള്ള ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഓഫീസ് ഉദ്ഘാടനം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞത്. യാതൊരു തർക്കവും വേണ്ട. അതിനാദ്യമായി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ സംഘടനയുടെ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ചും അതിന്റെ ജില്ലയുടെ പ്രസിഡന്റ് കമാലുദ്ദീൻ, ജില്ലയുടെ സെക്രട്ടറി ജയകുമാർ, അതേപോലെ തന്നെ ജില്ലയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ബിജുകുമാർ, ജ്യോതികുമാർ അടക്കം, ജില്ലയുടെ ചുമതലക്കാരനായ ബിനു അടക്കമുള്ള ആളുകളുടെ വലിയ ഒരു പിന്തുണ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് നേതൃത്വം നൽകാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. 2-3 കാര്യങ്ങളുണ്ട്. കാരണം നമുക്കൊരു ഓഫീസ് ഉണ്ടാവുക എന്നത് മാത്രം പോരാ, ഓഫീസിന്റെ സൗകര്യം, അതേപോലെ തന്നെ അതിന് വേണ്ടി വരുന്ന ചിലവുകൾ, അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യം, ഇതെല്ലാം പരിശോധിച്ച് വേണം ഒരു ഓഫീസിലേക്ക് വരുവാൻ. അപ്പൊ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം
വളരെ കുറഞ്ഞ വാടകയിൽ, ഇപ്പൊ ഡെപ്യൂട്ടി മേയർ ഉള്ളത് കൊണ്ട് അവിടെ പറയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങള് വളരെ കുറഞ്ഞ നിരക്കിൽ ഉള്ള ഒരു വാടകയിലാണ് ഇത്രയും സൗകര്യമുള്ള ഒരു ഓഫീസ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതിന് തീർച്ചയായിട്ടും റൂഫസ് ചേട്ടൻ ഒരു നല്ല കൈയടി കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലാണ് അതിന് സാധ്യമാക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തന്നെയുമല്ല, ഇന്നലെ രാത്രി 11:30 ഞങ്ങളിവിടെ വരുമ്പോഴും ഈ ഓഫീസിന്റെ പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ജയകുമാറും ബിജുകുമാറും റൂഫസ് ചേട്ടനും ഒക്കെ ഇവരെല്ലാം ഈ ഓഫീസിൽ ഓരോ പണികളുമായിട്ട് രാത്രി 11:30-12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സമർപ്പിതമായ ഒരു സംവിധാനത്തിന് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം സത്യം ചിലപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും കണ്ടില്ല എന്ന് വരാം, ആരും മനസ്സിലാക്കിയില്ല എന്ന് വരും, ആരും അംഗീകരിച്ചില്ല എന്ന് വരും. അതൊന്നും നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പുറകോട്ട് പോകാൻ നമ്മളെ കാരണമാക്കരുത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വസ്തുത, അത് ശരിയാണ് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ശരിയുടെ പൂർണ്ണതയിലേക്ക് ബാക്കി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട്, എല്ലാ വിമർശനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിന്റെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ നാം തയ്യാറാവണം. സ്വാഭാവികമായി നമുക്കറിയാം, എന്ത് ചെയ്താലും അതിന്റെ ഒരു തെറ്റ് കാണുന്ന, വിമർശിക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്കൊപ്പം. ഒരു തർക്കവും വേണ്ട, അത് അവരുടെ തൊഴിലാണ്. എന്ത് നല്ലത് ചെയ്താലും അതിനെ വിമർശിക്കുക, അതിന്റെ കുറ്റങ്ങൾ മാത്രം കാണുക. ഏതെങ്കിലും കുറവുകളില്ലാത്ത ഒന്നും ലോകത്തില്ല. പരിപൂർണത അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിൽ, സൃഷ്ടിയിൽ ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. മനുഷ്യനല്ലേ? ആ കുറ്റങ്ങളും കുറവുകളും തിരുത്തി കൂടുതൽ മികവോടുകൂടി, കൂടുതൽ കാഴ്ചപ്പാടോടുകൂടി കൂടുതൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുപോൽപ്രദമാവുന്ന രീതിയിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം, കാരണം നമുക്കറിയാം, നമ്മളുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ദൈനംദിനമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഒട്ടനവധി മീറ്റിങ്ങുകൾ, ഒട്ടനവധി പേപ്പർ വർക്കുകൾ, അതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ ദിവസവും ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ പോയി വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മുടെ പേപ്പർ ഫയലുകൾ കീപ്പ് ചെയ്യാൻ നമുക്ക് സുരക്ഷിതമായ സ്ഥലങ്ങൾ ഉണ്ടാവണം. നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുവാനും ഇടപെടുവാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. നമ്മുടെ മീറ്റിങ്ങുകൾ കൂടേണ്ടതുണ്ട്. ഇതിനെല്ലാം ഹോട്ടൽ മുറികളെ ആശ്രയിക്കുന്ന ഗതികേടിൽ നിന്നും തിരുവനന്തപുരം ജില്ല മുക്തമായിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത ഈ ജില്ലാ നേതൃത്വത്തിനെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള വിഷൻ നവകേരള പ്ലാൻ 199 അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ മുഖ്യ അതിഥിയായ ആരാധ്യയായ രാഗി രവികുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. ബഹുമാനായിട്ടുള്ള നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കമാലുദ്ദീൻ അവർകൾ, വേദിയിൽ സ്വാഗതം ആശംസിച്ച അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ജയകുമാർ സർ, വേദിയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ, ശ്രീ പി സുരേഷ് കുമാർ, ശ്രീ ബിനു ശിവദാസ്, ശ്രീ നിസാർ കോയപ്പറമ്പിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം ശ്രീ സുദേശ് ബൽരാജ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, മറ്റ് പ്രിയങ്കരായിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഇതെൻ്റെ വാർഡാണ്, വഴുതക്കാട് വാർഡ്. കഴിഞ്ഞ 3 ടേമായി എനിക്ക് ഇവിടെ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ പോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശങ്ങളിലെ എല്ലാവർക്കും സ്ഥിരപരിചിതമാണ്. എങ്ങനെയാണ് അങ്ങനെ ഞാൻ ഇവിടെ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കില്ല. തൊട്ടടുത്ത് ഓഫീസുണ്ട്, എന്നാൽ താമസിക്കുന്ന ഇവിടെയല്ല. പക്ഷേ വഴുതക്കാടിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംരംഭം, ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് കേരള വിഷൻ്റെ നേതൃത്വത്തിലുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇവിടെ വന്നതിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ്. അതിലൊരു സഹായം ആദ്യമേ നിങ്ങളോട് ചോദിക്കുകയാണ്. എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയില്ല. നമ്മുടെ വാർഡുകളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള കേബിളുകൾ വലിച്ച് നമ്മുടെ ബൈ റോഡുകളിലെല്ലാം തന്നെ പലതും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ്. നിരവധി പരാതികൾ പലരിൽ നിന്നും കിട്ടാറുണ്ട്. പക്ഷെ ഇത് ആരെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ആശങ്കയും അതോടൊപ്പം തന്നെ അതിന് ഉത്തരമില്ലാത്തൊരു ചോദ്യവുമായി പലപ്പോഴും ഞാനും അതിൻ്റെ പരാതിക്കാരൻ നിന്നിരുന്നു. ഇനി എനിക്കൊരു സമാധാനമുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള എൻ്റെ വാർഡിൽ കേബിളിൽ കഴുത്ത് കുരുങ്ങി ആർക്കും ഒരു അപകടം സംഭവിക്കാത്ത സാഹചര്യം
എനിക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കി തരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെ ഞാൻ ഇതിനെ നന്നായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം, നമ്മൾ നന്നായി ഈ പ്രവർത്തനങ്ങൾ നന്നായി ഏകോപിപ്പിച്ച് ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ ആദ്യപടി എന്നുള്ള രീതിയിൽ ഇതൊരു തീരുമാനമായി എടുക്കണമെന്നും കൂടി ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇത് സൂചിപ്പിക്കണമെന്നും പല പത്രങ്ങളിലും വാർത്തകളായി വരുന്നുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ പിന്നീട് അത് ആരും തന്നെ അത് പരിശോധിക്കാതെയും അതിൻ്റെ ഒരു അതിനെ ഒന്ന് നോക്കാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേബിൾ ടി വികൾ അല്ലെങ്കിൽ കേബിളിൻ്റെ അമിതമായിട്ടുള്ള വിഷയം കാരണം നമുക്ക് പല ഭാഗത്തും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒരു ഇരുന്നുള്ള പ്രവർത്തനം, ഇതുവരെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പല മീറ്റിങ്ങുകളും പലയിടത്ത് വെച്ച് കൂടി പിരിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് പരാതി പറയാനും ആർക്കും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും നിങ്ങൾ ആ കാര്യങ്ങളിൽ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ നടത്തണമെന്നുള്ളൊരു അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റിലൂടെയാണ് ഞാൻ ആദ്യമേ എൻ്റെ ഈ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും കേരള വിഷൻ നവകേരള പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു നൂതന സംരംഭമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, അതിനകത്ത് കേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാ വീടുകളിലേക്കും ലഭ്യമാക്കുക എന്നുള്ളത് സർക്കാരുമൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ പഞ്ചായത്തുകളുമൊക്കെ പല പദ്ധതികളിലൂടെ ആവിഷ്കരിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും അത് ഫുൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടത്താൻ പറ്റാറില്ല. ഇവിടെ ഇപ്പം ഹരിതകർമ്മ സേന അംഗങ്ങൾ ഞാൻ നിരവധിയായിട്ടുള്ള അസംഘടിത മേഖലയിലുള്ള നിരവധി പ്രവർത്തകരെ ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് ഈ നവകേരള മിഷൻ്റെ ഈ ഒരു പ്ലാൻ വളരെ കുറച്ച് തുകയ്ക്ക് മാത്രമായി കൊടുക്കാമെന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പണ്ട് നമ്മൾ ഒരു വാർത്ത ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് ലഭിക്കുന്നതിന് ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നിരുന്നു, അതിനു മുൻപ് ആഴ്ചകൾ വേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. നടക്കുന്ന സംഭവം ഒരുപക്ഷെ എല്ലാവരും ഓരോ മാധ്യമ പ്രവർത്തകരായി നമ്മുടെ ജനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരുടെ കയ്യിലും ക്യാമറയുള്ള ഫോണുകളായതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം ഇന്ന് ചില മേഖലകളിലെ വ്യക്തികൾക്കായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാധ്യമ പ്രവർത്തകരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി എത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്ത് വലിയ സ്വാധീനം ചെലുത്താനും ജനങ്ങളിൽ പറ്റുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഒക്കെ ജനങ്ങൾക്ക് അവശ്യ ഘടകമായി മാറി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു വലിയ സംഘടനയായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ മികച്ച ഒരു സംഘടനയാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും ഡെപ്യൂട്ടി മേയർ ആയിരുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ പുതിയ ഓരോ ചാനലുകളിലും ഏൽപ്പിക്കുന്ന പേ ചാനലുകളും ഒക്കെ വലിയൊരു ഭീഷണിയായി പലതരത്തിലുള്ള ബ്രോഡ്ബാൻഡിൻ്റെ തന്നെ നിരവധിയായിട്ടുള്ള നിയമങ്ങളും ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു സംഘടനാ രൂപത്തിൽ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്ക് കൂടുതൽ ശക്തി തരും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ശബ്ദമുയർത്താനും സാധിക്കും. അതിന് നന്നായി പ്രവർത്തിക്കാൻ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കഴിയട്ടെ. എല്ലാവിധ പിന്തുണയും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. നൽകുന്നതിലേക്ക് ആരാധനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങാനായി നമ്മുടെ മുഖ്യാതിഥി രാഗി രവികുമാറിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. സിഡ്കോയുടെ വായ്പാ പദ്ധതിയാണ് സ്പ്ലൈസിംഗ് മിഷൻ വായ്പാ പദ്ധതി വിതരണോദ്ഘാടനം നമ്മുടെ ആരാധനായ KCCL MD സുരേഷ് കുമാറാണ്. ആരാധരായ നേതാക്കളെ, അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, ഓപ്പറേറ്റർമാരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കേരള വിഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ KCCLനെ സംബന്ധിച്ച് മീഡിയ പ്ലസ് എന്ന് പറയുന്ന ഒരു വിതരണ സംവിധാനം ഇന്ന് ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ജില്ലാതലത്തിലുള്ള ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. അതിൽ ഏകദേശം കേരളത്തിൽ ഇന്ന് 25 ലക്ഷം കണക്ഷനിൽ 25,30,000-ഓളം 2,30,000-ഓളം ഡിജിറ്റൽ കണക്ഷനുള്ള ഒരു സംവിധാനമായിട്ട് മീഡിയ പ്ലസിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, തലസ്ഥാനം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് ഒരു പൊട്ടൻഷ്യൽ ഇതൊന്നുമല്ല. വലിയ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ബിസിനസ്സിന് സാധ്യതയുള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ
ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ജില്ലാ കമ്മിറ്റി ഓഫീസും അതുപോലെ തന്നെ ഇവിടെ നമ്മളോട് കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള മുൻകാലങ്ങളിൽ നമ്മളെപ്പോലെ തന്നെ ഓപ്പറേഷൻ നടത്തി പല വ്യത്യസ്ത MSO സിഗ്നൽ സ്വീകരിച്ചു പോകുന്ന ഓപ്പറേറ്റർമാരുടെ വലിയൊരു പ്രയാണമാണ് ഇന്ന് കേരള വിഷനിലേക്ക് നടക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പലതരത്തിലും കേബിൾ TV തുടങ്ങുമ്പോൾ വലിയ രീതിയിൽ മത്സരിച്ചും തല്ലുകൂടിയും അല്ലെങ്കിൽ ഏരിയ എൻക്രോച്ച്മെൻ്റ് ഒക്കെ നടത്തി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലരും നമ്മളിന്ന് വിട്ടുപോയവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ട് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു കോമൺ ഫൈറ്റ് എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള വലിയ കോർപ്പറേറ്റുകളോടാണ്. ആ കോർപ്പറേറ്റ് ശക്തിക്ക് മുമ്പ് മത്സരിച്ചിട്ടാണ് ഇന്ന് കേരള വിഷൻ രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 7ാം സ്ഥാനം നമ്മൾ കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ചാൽ മാത്രമാണ് ഇനിയുള്ള പ്രയാണത്തിലും നമുക്ക് വലിയ രീതിയിൽ അത്തരം ആളുകളോട് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, മീഡിയ പ്ലസ് എന്നുള്ള ജില്ലാ സംവിധാനവും ഇവിടുത്തെ സംഘടനയും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഇത്തരം ആളുകളെ നമ്മുടെ പോളിസിക്ക് അനുസരിച്ച് ബിസിനസ്സിൽ പ്രാപ്തരാക്കുന്ന രീതിയിൽ കൈപിടിച്ചുയർത്തുകയും അവരെ പിന്നീട് സംഘടനാ അംഗങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിന് കഴിയണം. അതിനുള്ള കഴിയാനുള്ള എല്ലാവിധ സപ്പോർട്ടും KCCL കമ്പനിയുടെയും കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ നേർന്നുകൊണ്ടും, അതുപോലെ തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ഇവിടെ കൈമാറിയിട്ടുള്ളത് സ്പ്ലൈസിംഗ് മെഷീനാണ്. നമുക്കറിയാം ഇവിടെ അത് നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കോവിൽ രാജുണ്ട്, അതുപോലെ തന്നെ സഞ്ജയ്ക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം സ്പ്ലൈസിംഗ് മെഷീൻ്റെ ഒരു പ്രാധാന്യം. ഇന്ന് ഏതൊരു ഓപ്പറേറ്ററെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള വിഷൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫൈബറുകളാണ്, പ്രത്യേകിച്ച് ഓവർഹെഡ് ഫൈബറുകളാണ്. ആ ഓവർഹെഡ് ഫൈബറുകളുടെ കാര്യമാണ് ഇവിടെ മുൻ ഡെപ്യൂട്ടി മേയറൊക്കെ സൂചിപ്പിച്ചത്. അതിനൊരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ പരിപാലിച്ചു പോകേണ്ടതുണ്ട്. അതിന് കൃത്യതയോടുകൂടി സർവീസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കോർപ്പറേറ്റിനും സാധിക്കാത്ത രീതിയിൽ ഏതൊരു കോണിലും ഏതൊരു റൂറൽ ഏരിയയിലായാലും ടൗണിലായാലും നമ്മുടെ ഓപ്പറേറ്റർമാർ അഹോരാത്രം പ്രവർത്തിച്ചിട്ടാണ് ഈ സിഗ്നലിൽ എത്തിക്കുന്നത്. അതിനുവേണ്ട ഒരു പ്രധാന ഉപകരണമാണ് നമ്മളിന്നിവിടെ വിതരണം ചെയ്ത ഈ സ്പ്ലൈസിംഗ് മെഷീൻ. അതിന് തീർച്ചയായിട്ടും KCCLൻ്റെ ഭാഗമായിട്ട് അത് കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി സിഡ്കോ, അപ്പോൾ അതിലേക്ക് അവരോട് വിജയകൃഷ്ണനായിട്ട് സംസാരിക്കാനും അതിനെ തുടർന്ന് അതൊരു പദ്ധതിയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സിഡ്കോ വഴി നമ്മൾ ഏത് ചെറിയ ഓപ്പറേറ്റർക്കും അത് സ്വായത്തമാക്കാവുന്ന രീതിയിലുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സ്പ്ലൈസിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ഓപ്പറേറ്റർക്കും നമ്മളെ സംബന്ധിച്ച് അത് ഉപകരിക്കും. ഇനി ജില്ലയിലാണെങ്കിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതിയുടെ ഭാഗമായി സ്പ്ലൈസിംഗ് മെഷീൻ ഉൾപ്പെടെ ഉപകരിച്ചുകൊണ്ട് പോകാൻ കഴിയണം. പിന്നെ ഓപ്പറേറ്റർമാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ ഒരു ചെറിയ ഓപ്പറേറ്ററാണ് 200 കണക്ഷൻ 300 കണക്ഷനുള്ള ഓപ്പറേറ്റർ അല്ലെങ്കിൽ 500 കണക്ഷൻ, നമ്മുടെ ഒരു ആവറേജ് നോക്കിയാൽ 500 കണക്ഷനുള്ള ഓപ്പറേറ്റർമാരായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ നമ്മളിന്ന് മത്സരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ടെക്നോളജിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, വെറുതെ ഒരു ബ്രോഡ്ബാൻഡ് മാത്രമല്ല. അപ്പോൾ 500 കണക്ഷനുള്ള ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ച് അപ്പോൾ വിഭാവനം ചെയ്യേണ്ടത് 1500 കണക്ഷനുള്ള ഒരു നെറ്റ്വർക്കിലേക്കായിരിക്കും നമ്മൾ പോവുക. അതാണ് ബ്രോഡ്ബാൻഡിൻ്റെ ഒരു പൊട്ടൻഷ്യൽ. ഇന്ന് കേരളത്തിനകത്ത് 90 ലക്ഷം ഭവനങ്ങളിലുണ്ടെങ്കിൽ 25-30 ലക്ഷത്തിലാണ് കേരള വിഷൻ ഉള്ളത്. അത് മാത്രമല്ല, വീടുകളല്ലാതെ തന്നെ കുറേ ഓഫീസുകളും ഇതുമായി ബന്ധപ്പെട്ട് ബ്രോഡ്ബാൻഡ് സർവീസ് ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ ഒരു ഗ്രാമത്തിലാണെങ്കിലും ടൗണിലാണെങ്കിലും ഉള്ള കണക്ടിവിറ്റിയുടെ ഒരു 2 ഇരട്ടി കണക്ടിവിറ്റിയിലേക്കാണ് നമ്മുടെ നെറ്റ്വർക്ക് മാറാൻ പോകുന്നത്. അനന്തമായ ബിസിനസ് സാധ്യതയിലേക്കാണ് നെറ്റ്വർക്കിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ടെക്നോളജിയും നമ്മൾ നെറ്റ്വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത്തരം സ്പ്ലൈസിങ്ങും അതുപോലെയുള്ള സംവിധാനങ്ങളും. അപ്പോൾ അത് നല്ല രീതിയിലൂടെ പ്രയോജനപ്പെടുത്താൻ ഈ ഓപ്പറേറ്റർമാർക്ക് കഴിയണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇന്ന് ഇവിടെ ആരംഭിക്കുവാനും അതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഇതിൻ്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് KCLന് വേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിഡ്കോയുടെ പദ്ധതിയായ സോളാർ പദ്ധതിയാണ് ജില്ലാതല ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് നമ്മുടെ ആരാധനായ തിരുവനന്തപുരം ജില്ലയുടെ ചാർജുകാരനും സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി സന്തോഷ് അലക്സ്. തിരുവനന്തപുരം ജില്ലയുടെ ഏറെ നാളത്തെ ഒരു വലിയ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു കുറവായി പോയതുള്ളതുകൊണ്ട് മാത്രമാണ് പങ്കെടുത്തത്. ഇല്ലെങ്കിൽ ശാരീരികമായി അനുവദിക്കുന്ന ഒരു ദിവസമായിരുന്നില്ല. ഇന്നിവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാനുകൾ അവതരിപ്പിക്കുകയും സിഡ്കോ വഴിയുള്ള ഓപ്പറേറ്റർമാർക്ക് ഗുണകരമാകുന്ന പദ്ധതികളൊക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് സ്വതന്ത്ര കേബിൾ TV ഓപ്പറേറ്റർമാർ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി KSAB പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം.
MD പറഞ്ഞതുപോലെ രാജ്യത്ത് ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് KCCL നടത്തുന്നത്. മറ്റുള്ള കമ്പനികളെയും അല്ലെങ്കിൽ ഈ മേഖലയിലെ വലിയ വൻകിട കോർപ്പറേറ്റുകളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം KCCL നടത്തുമ്പോൾ ഈ വ്യവസായത്തെ വേണ്ട രീതിയിൽ ഇപ്പോഴും ബോധ്യപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വ്യവസായത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാതെ കലഹരണപ്പെട്ടു പോയ ചില ബിസിനസ് മോഡലുകളും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഈ വ്യവസായത്തിൽ നിലനിന്ന് പോകാനും നാളിതുവരെ മറ്റുള്ളവരുടെ വ്യവസായത്തിൻ്റെ മുന്നേറ്റത്തിനൊപ്പം ഒഴുകി ഇവിടം വരെ എത്തിയിട്ടുള്ള ഒരു വിഭാഗം ഓപ്പറേറ്റർമാർ തുടർന്നും അങ്ങനെ ഈ വ്യവസായത്തിൽ നിലനിന്ന് പോകാമെന്ന് പറയുന്ന ഒരു മൂഢവിചാരത്തിലാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സംഘടനയും KCCL നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാവും. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നൊരു ഓഫീസ് ഉണ്ടായതുപോലെ നമുക്കുണ്ടാകേണ്ട ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തിരുവനന്തപുരത്ത് നമ്മൾ മാത്രമാകുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സ്വപ്നം കാണേണ്ടതും നമ്മൾ പ്രയത്നിക്കേണ്ടതും. ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒറ്റ വാക്കിൽ മറുപടി പറയുന്ന ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലക്ഷ്യം ലാഭത്തിലേക്ക് എത്താനുള്ള വഴികളാണ്. ഒരു വ്യവസായം നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. നമ്മളൊന്നും സേവനം നടത്തുന്നവരൊന്നുമല്ല. നമ്മൾ പറയും ഞങ്ങൾ വലിയ സേവനം ചെയ്യുന്നവരാണെന്ന്. ഒന്നുമല്ല, നമ്മൾ നല്ല കച്ചവടക്കാരാണ്. 25 വർഷമായി അല്ലെ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ പരിചയസമ്പന്നരായിട്ടുള്ള നല്ല കച്ചവടക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ ആ കച്ചവടം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എല്ലാ കാലവും എൻ്റെ കയ്യിൽ സ്വതന്ത്രമായി സുരക്ഷിതമായി ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഞാൻ തന്നെയാണ് അവിടെ ഒരു മൊണോപ്പൊളി, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ചിന്ത അല്ലെ ഒരു അഹന്ത നമ്മളിൽ പലരെയും ഗ്രസിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അഹന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള പല ഓപ്പറേറ്റർമാരും സംഘടനയോ കമ്പനിയോ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെ യഥാസമയം സ്വീകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുകയും താൽക്കാലിക ലാഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും മറ്റു ബിസിനസ്സുകൾ തേടി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ പേരുദോഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ടോട്ടൽ ഡിജിറ്റൽ കണക്ടിവിറ്റിയും ആനുപാതികമായിട്ടുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും കൂടി പരിശോധിച്ചാൽ പല പോക്കറ്റുകളിലും നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ KCCL ഇല്ല. ആ കണക്കുകളാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഘടകം പരിശോധിക്കേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഡിജിറ്റൽ കണക്ടിവിറ്റിക്ക് ആനുപാതികമായ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എവിടെ? ഇത് പരിശോധിക്കണം. അത് എത്രയും വേഗത്തിൽ KCCLലേക്ക് എത്തിക്കണം. എൻ്റെ ലാഭമല്ല, അങ്ങനെ ഇനി ഒരാൾ നിലനിൽക്കാൻ പോകുന്നില്ല, ഒരു ജില്ല പോലും നിലനിൽക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ നിസാർ കോയപ്പറമ്പിലെ ആലപ്പുഴയും എൻ്റെ കൊല്ലവും നിങ്ങളുടെ തിരുവനന്തപുരവും സംസ്ഥാന അധ്യക്ഷൻ്റെ കോട്ടയവും കൂടി ഒരുമിച്ച് അങ്ങ് നിൽക്കാം. നമുക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. നമുക്കവിടെ ഒന്നും സാധിക്കാനും പറ്റുകയില്ല. ഈ 25 ലക്ഷം വരുന്ന കുടുംബങ്ങളെ ഈ 14 ജില്ലയിൽ കോർത്തിണക്കുന്ന ആ കമ്പനിക്ക് ഇത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളും സ്വതന്ത്ര കേബിൾ TV ഓപ്പറേറ്റർമാരായി ഇന്നും ഇത് ഉപജീവന മാർഗമായി കൊണ്ട് നടക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും ഈ മേഖലയിൽ നിലനിൽക്കുന്നതോ കടന്നു വരുന്നതുമായ വൻകിട കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ത്രാണിയുള്ളവരല്ല സാമ്പത്തികമായി എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളോട് മത്സരിച്ചോ അല്ലാതെയോ രാജ്യത്തെ എണ്ണം പറയുന്ന 10 കമ്പനികൾക്കകത്തേക്ക് വരികയും അത് 5-ാം സ്ഥാനത്തേക്ക് 4-ാം സ്ഥാനത്തേക്കും ഒക്കെ നമ്മളിങ്ങനെ കുതിക്കുന്ന കാര്യം പറയുന്നത് ഇപ്പോൾ MD പറഞ്ഞ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മത്സരിച്ച് തോൽപ്പിക്കാനല്ല, പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഏതൊരാളെയും, അതായത് കേരളത്തിൽ നമ്മൾ മാത്രമാകുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അത് സ്വപ്നമല്ല, അത് നമ്മുടെ പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനമാണ്. അത് തന്നെ ആവണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഇന്നത്തെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട്
നമ്മളതിൻ്റെ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമുക്കൊരു കുടുംബം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റാരുടെയും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കുകൾക്കോ കാത്തു നിൽക്കാതെ സ്വതന്ത്രമായി നമുക്ക് ഏത് സമയവും വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താനും പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്കൊരു കുടുംബം ഉണ്ടായിരിക്കുന്നു, ഒരു വീടുണ്ടായിരിക്കുന്നു, ഒരു ആസ്ഥാനം ഉണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഇന്നും എണ്ണം പറയുന്ന കമ്പനികൾക്ക് നമ്മൾ തന്നെയാണ് സഹായം ചെയ്ത് നമ്മളെ തന്നെ തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയില്ലേ, പതിരിന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. നമ്മൾ നമ്മുടെ പിടിച്ചേൽപ്പിന്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് വളരെ മുന്നെയാണ്. എത്രയോ നാളായി KCCLM സംഘടന തന്നെ ചെയ്യുന്നത്. അവിടെ നമ്മൾ തന്നെ ബോധപൂർവമായി നമ്മുടെ താൽക്കാലികമായ ഒരു ലാഭമാണ് അതും എല്ലാവർക്കും ഇല്ല. 10 പേര് കൂടുന്നവർക്ക് വേണ്ടി 1-2 പേർക്ക് വേണ്ടി താൽക്കാലിക ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെറുതെ നിന്ന് കൊടുക്കുകയാണ്. ഇത് എൻ്റെ വ്യവസായത്തിന്, എൻ്റെ ഉപജീവന മാർഗത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ നാളെയുടെ ജീവിത മാർഗത്തെ തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളമിട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോഴേ. അതിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ മാറ്റമുണ്ടാകേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ പുതിയ ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുന്നേ, ഞാൻ ഇപ്പോഴും പറയുന്നു, പുതിയ ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുന്നേ ഈ ജില്ലാ കമ്മിറ്റി നിലവിലുള്ളവരിൽ നമ്മൾ കുറച്ച് ആളുകളെ വാനിഷായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ച് ആളുകളുടെ കണക്ടിവിറ്റി എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുറച്ച് ആളുകളുടെ കണക്ടിവിറ്റി മറ്റ് കമ്പനികളിലേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ടും നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടും അല്ല പലപ്പോഴും ഈ ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തത്. കുറച്ചുകൂടി അവർക്ക് ബോധ്യത്തോടു കൂടി വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തീർച്ചയായും ഈ ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു ആസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നേട്ടം തന്നെയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ ഇത്തരം ഒരു ഓഫീസ് സംവിധാനം അനിവാര്യമാണ്. നമുക്ക് ഇന്നു മുതൽ ഈ പറയും പോലെ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് കേരള വിഷൻ മാത്രമാകുന്ന, ഈ സംഘടനയുടെ കീഴിൽ കേരള വിഷൻ മാത്രമാകുന്ന ഒരു ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. സംഘടനയും അല്ലെങ്കിൽ അനുബന്ധ കമ്പനികളുമൊക്കെ ഓപ്പറേറ്റർമാരുടെ പിടിച്ചു നിൽപ്പിനും ഈ വ്യവസായത്തിൻ്റെ അവസാന ദിവസം വരെ ആ വ്യക്തിക്ക്, ആ ഓപ്പറേറ്റർക്ക് ഇത് തന്നെ ഉപജീവന മാർഗമായി സർവ്വ സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതമായി നിൽക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഈ കമ്പനിയും ഈ സംഘടനയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിവിടെ വന്നിട്ടുള്ള വ്യത്യസ്തമായ പദ്ധതികളും. ആ പദ്ധതികളിൽ ഇന്ന് സ്പ്ലൈസിംഗ് മിഷൻ, അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമാണ് സിഡ്കോ, KCCL, KCBL, ന്യൂസ്, ബ്രോഡ്ബാൻഡ്, ഇങ്ങനെ വ്യത്യസ്തമായ കമ്പനികൾ. ഇനിയിപ്പോൾ വീണ്ടും ഒരുപക്ഷെ ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ജില്ലയിൽ തന്നെ ഈ 31-ാം തീയതി ഒരു ടൂറിസം പദ്ധതിക്ക് ആ ജില്ലാ കമ്പനി കോട്ടയത്തെ ശ്രീ പ്രവീൺ മോഹൻ എന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ജില്ലയിൽ നിന്ന് ഒരു ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുക. ഒരു ജില്ലാ കമ്പനിയാണെന്ന് ആലോചിക്കണം. ആ ജില്ലാ കമ്പനി എങ്ങനെയാണ് ഉണ്ടായേ? എങ്ങനെയാണ് ആ ജില്ലാ കമ്പനിക്ക് അത് സാധ്യമാകുന്നത്? പുറത്തുനിന്നുള്ള ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്തേക്ക് ആ ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുടെ കണക്ടിവിറ്റി അവരുടെ കമ്പനിയിൽ മാത്രമാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് മൊഡ്യൂളാണ് അവരുടേത്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ജില്ലയിൽ ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാകുന്ന ഒരു ചിത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ മീഡിയ പ്ലസ് മാത്രമേ ഉള്ളൂ, ബാക്കി സബ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഇല്ല. മീഡിയ പ്ലസ് ഓപ്പറേറ്ററേ ഉള്ളൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എത്രയോ വർഷം മുമ്പ് സാധ്യമാക്കിയ ഒരു ജില്ലയാണ് കോട്ടയം. അതുകൊണ്ടാണ് മറ്റ് വേർതിരിവുകൾക്കും മറ്റ് അനാവശ്യ തലങ്ങൾക്കും ഒന്നും ശ്രദ്ധ കൊടുക്കാതെ, സമയം പാഴാക്കാതെ ബിസിനസ്സിനെ മാത്രം മുന്നിൽ കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയേക്കാൾ, കൊല്ലം ജില്ലയേക്കാൾ പകുതിയിൽ താഴെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള കോട്ടയം ജില്ലയ്ക്ക് വ്യാവസായികമായി നമ്മുടെയൊക്കെ മുകളിൽ അവർക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത് ബിസിനസ് പരമായ കൂട്ടായ്മ കൊണ്ട് മാത്രം. അത് മെമ്പർഷിപ്പിൻ്റെ എണ്ണം കൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലം കൊണ്ടും മാത്രമല്ല. തീർച്ചയായും അതൊക്കെയാണ് ഈ സംഘടന ലക്ഷ്യമിടുന്നത്. ഞാനും നിങ്ങളും കഴിയുന്ന ഒരു തലമുറയ്ക്ക് ഈ വ്യവസായം പകർന്നു കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ വ്യവസായത്തെ മാറ്റുക എന്ന് പറയുന്ന ഉദ്ദേശ ലക്ഷ്യവും ഈ സംഘടനയ്ക്കും കമ്പനിക്കും ഉണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. മാനസികമായി നമ്മൾ ഓരോരുത്തരും മാറണം. തീർച്ചയായും എല്ലാവർക്കും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ
ഈ മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സോളാർ പാനലിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന സദസ്സിന് ആശംസകൾ നേരുന്നതാണ്. നമ്മുടെ സിഒയുടെ സംസ്ഥാന സെക്രട്ടറി ആരാധ്യനായ നിസാർ കോയപ്പറമ്പിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളും. സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി ജയനടക്കം വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാരെ, സുഹൃത്തുക്കളെ, ഏതൊരു സംഘടനയുടെയും സ്വപ്നമാണ് ആ സംഘടനയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളത്. പ്രവീൺ ഇവിടെ സൂചിപ്പിച്ച കണക്ക് ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബം ഒരു വീടുണ്ടാകണം എന്ന ആഗ്രഹം പോലെയാണ് സംഘടനയ്ക്ക് സംഘടനയുടെ ഒരു ആസ്ഥാനം ഉണ്ടാകുക എന്നുള്ളത്. ആ ആസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട കൗൺസിലർ സൂചിപ്പിച്ച കണക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഓപ്പറേറ്റർമാരുടെ ഒരു അഭയ കേന്ദ്രം കൂടി ആയിരിക്കണം ഇത്. ഏത് സമയത്തും ഇവിടുത്തെ ഓപ്പറേറ്റർമാർക്ക് വന്നു ചേരുവാനും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കാനും പറ്റുന്ന ഒരിടമായി മാറുമ്പോഴാണ് അതൊരു അഭയകേന്ദ്രമായി മാറുന്നത്. അതാണ് സംഘടനയുടെ ആസ്ഥാനങ്ങളുടെ പ്രത്യേകത. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലെല്ലാം സ്വന്തമായി ആസ്ഥാനങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നതിന് കുറച്ച് നാളുകൾ എടുത്തെങ്കിൽ പോലും പുതിയതായി ജില്ലാ കമ്മിറ്റി രൂപീകരണത്തോടുകൂടി അതൊരു നിശ്ചയദാർഢ്യം, അവിടെ പ്രവീൺ സൂചിപ്പിച്ച കണക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെ പിടിച്ചു നിർത്തുന്ന നിലപാടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ എടുത്ത തീരുമാനം നടപ്പാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഒരു സംഘടനയാകുന്നത്, ഒരു നേതൃത്വമാകുന്നത്. തീർച്ചയായും ആ സ്വപ്ന സാക്ഷാത്കാര ദിനമാണിന്ന്. ജില്ലയിൽ ഒരാസ്ഥാനം ഉണ്ടാകണമെന്നുള്ള ജില്ലയുടെ എല്ലാ ഓപ്പറേറ്റർമാരുടെയും നേതൃത്വത്തിൻ്റെയും ആ സ്വപ്ന സാക്ഷാത്കാര ദിനത്തിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ ചുമതലക്കാരനായിരുന്നു. സാധാരണയായി കഴിഞ്ഞു പോകുന്നവരാരും ഓർക്കാറില്ലാത്ത പോയവൻ പോയി എന്നാണ്. പക്ഷെ അതല്ല, എന്നോട് വരണം എന്ന് വിളിച്ചു പറയും. തീർച്ചയായും ഞാൻ പറയും വരും. കാരണം വെച്ചാൽ എനിക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. കാരണം ഞാനും ചർച്ച ചെയ്യുമ്പോഴുണ്ട് നമ്മൾ ആസ്ഥാന മന്ദിരം വേണം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാനും ഉണ്ട്. അപ്പം അതിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കും ഒരു അഭിമാനമല്ലേ. ഞാനും കൂടെ ചേർന്ന സംഘടനയിൽ ഞാനും കൂടെ പങ്കുവഹിക്കുന്ന ഘട്ടത്തിൽ അതിനൊരാസ്ഥാനം ഉണ്ടാകുക എന്ന് പറയുമ്പം അതിയായ സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒത്തുചേരലിൻ്റെ, കൂട്ടിച്ചേരലിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെതാണ് സംഘടന. ആ സംഘടനയുടെ ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞോളെ നമ്മളെ അഭയകേന്ദ്രം കൂടെ ആവണം. ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗുണങ്ങളെ അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം അധികരിച്ചു കഴിഞ്ഞാൽ. ഈ മഹത്തായ കർമ്മത്തിന് വേണ്ടി പ്രയത്നിച്ച ഇതിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് വിശിഷ്യ ജയനടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ റൂപസേട്ടനെ പോലെ പ്രിയങ്കരനായ ഒരു കമ്മിറ്റിയിലും ഇല്ല അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങളെല്ലാം കൂടെ ഇത്തോടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു വിട്ടോ. ആ പാവപ്പെട്ട മനുഷ്യൻ ഇത്തോടെ ജില്ലാ കമ്മിറ്റി പോലും ഇല്ലെങ്കിൽ പോലും അതാണ് ഞാൻ ആത്മസമർപ്പണം എന്ന് പറയുന്നത്. ഒരു കമ്മിറ്റിയിലും വേണ്ടെന്ന്, എൻ്റെ സംഘടനയാണിത്. ആ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് എനിക്കൊരു ഘടകത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു സാധാരണ മെമ്പറാണ്. ആ സാധാരണ മെമ്പറാണെങ്കിലും എനിക്ക് ഈ സംഘടനയോടുള്ള പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത ആത്മസമർപ്പണമാണ്. റൂഫസേട്ടനടക്കമുള്ളവരുടെ ആത്മസമർപ്പണത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘടനാപരമായി വളരെ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. വർഷങ്ങളായിട്ട് നമ്മൾ ഒരു സംഘടനയ്ക്ക് ഒരു ആസ്ഥാനം വേണം എന്ന രീതിയിൽ പറയുന്നുണ്ട് എന്നെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാകുന്നതിന് പല കാരണങ്ങളാൽ നീണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. 10 വർഷം മുമ്പ് മീഡിയ പ്ലസിൻ്റെ രൂപീകരണത്തിന് മുൻപ് ഇതുപോലെ ഒരു ഓഫീസ്, ഇതുപോലെ അല്ലെങ്കിൽ കൂടി സംഘടനയ്ക്ക് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് അന്നുണ്ടായിരുന്നു. അന്ന് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 80 പേർ മാത്രമാണ് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയുടെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലൊരു ഓഫീസ് എടുക്കുകയും
ഫണ്ടിൻ്റെ പരിമിതി മൂലം ഇതുപോലെ ആർഭാടമായിട്ടല്ല ആ ഓഫീസ് നമ്മൾ ചേരുന്നത്. എങ്കിൽ കൂടി ആ ഓഫീസിൽ ജില്ലാ കമ്മിറ്റി കൂടുകയും നിരന്തരം വരുന്നതിനും സംഘടനാപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ് പരമായ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിനും അന്നത്തെ ഓഫീസ് നമുക്ക് ഉപകരിച്ചിട്ടുണ്ട്. ആ ഓഫീസ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും സിഗ്നൽ കൊണ്ടുപോകുന്ന മീഡിയ പ്ലസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം തിരുവനന്തപുരം ജില്ലയിൽ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ സഹായിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം ആ ഓഫീസായിരുന്നു. നമുക്കറിയാം, സംഘടനയ്ക്ക് 80 മെമ്പർമാരുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചോളം അതിൻ്റെ സാമ്പത്തികം എത്രമാത്രം ഉണ്ടാകും എന്ന് നമുക്കറിയാം. നമുക്ക് ഹോട്ടലിൽ ദിവസവും വരികയും റൂം എടുക്കുകയും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഓഫീസിൻ്റെ ചിലവ് പോലും നമ്മളൊരു ലോക്കൽ ചാനൽ നടത്തുകയും ലോക്കൽ ചാനലിൻ്റെ വരുമാനത്തിൽ നിന്നാണ് ആ ഓഫീസിൻ്റെ റെൻ്റ് ഉൾപ്പെടെ നമ്മളത് കൊടുത്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പടിപടിയായി ഉയർന്നു വരാൻ നമ്മളെ സഹായിച്ച ഘടകം പ്രധാനമായും അത്തരത്തിലുള്ള ഓഫീസുകളായിരുന്നു. പക്ഷേ മീഡിയ പ്ലസിന് ശേഷം നമുക്ക് ജില്ലാ കമ്മിറ്റിയിൽ മെമ്പർമാർ കൂടുകയും എന്നാൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് എടുക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് കൂടി പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഇന്ന് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ബിസിനസ് പരമാണെങ്കിലും സംഘടനാപരമാണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും മീറ്റിംഗ് കൂടേണ്ട ഒരു സ്ഥിതിവിശേഷം എല്ലാ ജില്ലകളിലും, ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ജില്ലകളുടെ സംഘടനാപരമായി ഉണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഹോട്ടൽ റൂം എടുത്തുകൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ ഇത്തരത്തിലുള്ളൊരു ഓഫീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വരികയും സംസാരിക്കുകയും കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും എപ്പോഴും ഓപ്പറേറ്റർമാർക്ക് വന്നു പോകാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ ബിസിനസ്സിനെയും വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് സഹായകരമാകും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ബിസിനസ് പരമായി നമ്മൾ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ബിസിനസ് പരമായിട്ടുള്ളത്. ബിസിനസ്സിലേക്ക് ഓപ്പറേറ്റർമാർ കൂടുതൽ വരുന്നതിനനുസരിച്ച് സംഘടനയിലും സംഘടനാപരമായ മെമ്പർഷിപ്പിലുമൊക്കെ നമ്മളുടെ അംഗബലം ഉയരുകയും ആ ഉയർച്ച നമ്മുടെ ജില്ലയിൽ COA എന്ന് പറയുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മബലവും ശക്തിയും നൽകുന്നതുമായിരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ കൃത്യമായും ഈ നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള ഈ ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജില്ലയിൽ നിന്നുള്ള ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ജില്ലാ കമ്മിറ്റിക്കും അതിനുവേണ്ടി പൂർണ്ണമായും ജില്ലാ കമ്മിറ്റി ആരും തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ കൂടി അതിനുവേണ്ടി നമുക്കറിയാം, ഏതൊരു പ്രവർത്തനം നടക്കലും 1, 2, 3 പേർ മുൻപായിട്ട് എടുത്ത് ഇറങ്ങിയാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കൂ. അങ്ങനെ കുറച്ചു പേരാണ് സജീവമായി ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നത്. അവരുടെയൊക്കെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ റൂം കണ്ടുപിടിക്കുന്നതൊക്കെ റൂപസേട്ടനാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നോക്കി ചെയ്തു എന്ന് പറയേണ്ടത്. അത് വളരെയേറെ സന്തോഷമാണ്. റൂപസേട്ടനെ എപ്പോഴും വിളിച്ചാലും എന്ത് കാര്യത്തിന് വിളിച്ചാലും സിറ്റിയിൽ നിന്ന് വിളിച്ചാൽ റൂപസേട്ടൻ അപ്പോൾ ഓടിയെത്തും. അവിടെ വേറെ ആര് വിളിക്കുന്നു എന്നൊന്നും ഒരു പ്രശ്നം റൂപസേട്ടനില്ല. അങ്ങനെ വന്ന് ഇത്തരത്തിലുള്ള കണ്ടുപിടിച്ച് ഈ രീതിയിലേക്ക് ആക്കി തരുന്നതിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പേ പറഞ്ഞുപോയ ജ്യോതികുമാർ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് നമുക്കിവിടെ ഒരു ഓഫീസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് നമ്മൾ ഈ രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയിട്ടുള്ളത്. ഇതിനൊക്കെ നമുക്ക് ഉദാഹരണങ്ങളും പ്രചോദനവുമായിട്ടുള്ള ജില്ലകളാണ്. കോട്ടയം ജില്ല സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ജില്ലയാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ ചുമതലക്കാരനായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അവർ മുമ്പേ പറക്കുന്ന പക്ഷി എന്നാണ് പറയുന്നത്. ഏത് പ്രോജക്റ്റ് വന്നാലും സ്വന്തമായി ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്ന ഒരു ജില്ലയിൽ ഒരു ചാർജുകാരനായി പോകാൻ കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം എൻ്റെ ജില്ലയിലും അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇന്ന് നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് നമ്മൾ പോകുന്നത്. ഭാവിയിൽ നമുക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം CO ഭവൻ എന്ന് പറയുന്ന ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ആരംഭിക്കണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷകരമായ കാര്യം പറയാനുള്ളത്, നമ്മുടെ പൊതു സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട്
നിലവിൽ നമ്മൾ മീഡിയ പ്ലസിലേക്ക് ജില്ലയിലെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ 2 പേര് മീഡിയ പ്ലസിൻ്റെ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അറിയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ആവശ്യം. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് നേതാക്കന്മാർ, നമ്മളത് നയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് സംഘടനാ സംവിധാനം ഞങ്ങളെ പല ജില്ലകളിലും പല രീതിയിലും പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കണം. പിന്നെ ഈ ഒരു കെട്ടിടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാവരും കൂടെ പുകഴ്ത്തുകയാണെന്ന് പറയരുത്. അതിന് ഒരാൾ ഇതിന് മുന്നിട്ടിറങ്ങി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളിന്ന് ഈ രീതിയിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് കുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ സഹപ്രവർത്തകർക്ക് സഹിക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ വരെ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ആ മുന്നോട്ട് പോക്കിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. ഇനിയുള്ള വർഷം നമുക്കുള്ളതാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടന ഇന്ന് ധാരാളം മെമ്പേഴ്സും അതിനടുത്ത് ബിസിനസ്സും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചതിൽ നമുക്കും വളരെ അഭിമാനമുണ്ട്. കൂടാതെ ഈ ഒരാസ്ഥാനം നമുക്കിവിടെ ശരിയാക്കാൻ അഹോരാത്രം പണിപ്പെട്ട റൂഫസ് തുടങ്ങി വെൽഡാജ് തുടങ്ങിയുള്ളവരെല്ലാം അത് നല്ലൊരു നമ്മുടെ ഒരു മാർക്കാക്കി മാറ്റിയതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ എല്ലാ ഒത്തൊരുമയോടുകൂടി ഇത് ഇനിയും ഉയരങ്ങളിലിട്ട് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത. ഇത് രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ സുധീഷ് ബൽരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കമാൽ, വേദിയിലിരിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ സ്വപ്നമായ ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് ഈ ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും ക്ഷണിച്ചു. എങ്കിലും വരാൻ കഴിയുന്നത്ര ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാളെ കണ്ടു. ഞാൻ അപ്പോൾ ഓർത്തത് 2003 ഒരു ജില്ലാ സമ്മേളനം നടന്നു. അന്നത്തെ അതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. പുറത്തു നിന്ന് കേബിൾ വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി. അപ്പം ഞാൻ അപ്പോൾ ആലോചിച്ചതാണ്. ഞാൻ അന്ന് ആ സംഘടനയിൽ പ്രവർത്തിച്ചു, അദ്ദേഹത്തോടൊപ്പം ഈ സംഘടനയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച കാര്യമാണ്, ആ വ്യക്തി ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെ എത്തി. ആ വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഇന്ന് കണ്ട ദിവസം തന്നെ ഈ ഒരു സംവിധാനം ഇവിടെ തുടക്കം കുറിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അപ്പം നമ്മൾ വളരെ വലുതായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ഓഫീസിൻ്റെ പ്രവർത്തനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേറ്റർമാരുടെ ഒരു അഭയകേന്ദ്രമായി മാറും, അതിൽ യാതൊരു സംശയമില്ല. ഈ ബിസിനസ്സിനെ വളർത്തുവാൻ വേണ്ടി ഈ സംഘടന ഈ തുടക്കം കുറിച്ച ഈ സംവിധാനം തീർച്ചയായും ഓപ്പറേറ്റർമാർക്ക് ഗുണകരമായും ഈ ബിസിനസ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉറപ്പായിട്ടും വേണം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായി ഇരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ശ്രീ കമാൽകുട്ടി, അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടതില്ല. എന്തായിരുന്നാലും നമ്മുടെ സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിനുള്ള നന്ദി, ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉറപ്പ് പറഞ്ഞ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി രാഖി രവികുമാറിന് ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ചാർജുകാരനും സംസ്ഥാന ട്രഷററുമായിട്ടുള്ള ശ്രീ ബിനു ശിവദാസ്, അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റിയുടെ മുൻ ചാർജുകാരനായിട്ടുള്ള അദ്ദേഹം വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അത് എന്തായിരുന്നാലും നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഈ മുന്നോട്ടുള്ള ഈ നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനം വിലയിരുത്തി തന്നെ അദ്ദേഹം വന്നു. നമ്മുടെ ആശംസകൾ അർപ്പിച്ച
ശ്രീ നിസാർ കോയപ്പറമ്പിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ KCCയുടെ MD, നമുക്കിനി ആവശ്യം നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വപ്നം തിരുവനന്തപുരത്ത് കേരള വിഷൻ മാത്രം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹകരണവും ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് നന്ദി, ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതികുമാർ, അദ്ദേഹത്തിനുള്ള നന്ദി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള ശ്രീ മീഡിയ പ്ലസ് MD ശ്രീ സലീം ഹുസൈനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിഡ്കോയുമായി ബന്ധപ്പെട്ടുള്ള 2 പദ്ധതികൾ, സിഡ്കോയുമായിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാം, ഈ ഓപ്പറേറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ്. ആ സിഡ്കോയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഇന്ന് വരാമെന്ന്, ഇവിടുത്തെ സെക്രട്ടറി പത്മകുമാർ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിന് എന്തോ ഒഫീഷ്യലായിട്ടുള്ള കാര്യം കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിനുള്ള പ്രത്യേകം ജില്ലാ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം KV ബിജുകുമാർ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പിന്നെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഞാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിനുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരാളെ പേരാണ് ശ്രീ റൂഫസ് ജോസഫ്. അദ്ദേഹത്തിനെ അങ്ങ് എടുത്തുകൊണ്ട് പോകുമോ എന്ന് തോന്നി, പേടിയുണ്ട്. എന്തായാലും നമ്മൾ വിട്ടുതരാൻ തയ്യാറല്ല. അദ്ദേഹം നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, പിന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഓപ്പറേറ്റർമാർ, എല്ലാ സുഹൃത്തുക്കൾക്കും, മീഡിയ പ്ലസിൻ്റെ സ്റ്റാഫുകൾ, സിഡ്കോയുടെ സ്റ്റാഫ്, ജഹാംഗീർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റ് ഓപ്പറേറ്റർമാർ, എല്ലാവർക്കും, പിന്നെ നമ്മുടെ സ്പ്ലൈസിംഗ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള സഞ്ജയ്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള കോവിൽ രാജ്, പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിർത്തുന്നു. നന്ദി, നമസ്കാരം.